കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് കർഷകർ. ദില്ലി ചലോ മാർച്ച് പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ ഹരിയാന പോലീസ് തടഞ്ഞു. കർഷകർക്ക് നേരെ പോലീസ് ജലപീരങ്കിയും കണ്ണീർ വാതകവും പ്രയോഗിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നമ്മൾ ആദ്യം പോകുന്ന ആ ദൃശ്യങ്ങളിലേക്ക്. അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ, കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? അപ്പോൾ 101 കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് നടത്താനായിരുന്നല്ലോ തീരുമാനിച്ചത്. ആ മാർച്ച് തടഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള മറ്റു വിവരങ്ങൾ? വിജയകുമാർ, കർഷകരുടെ ഡൽഹി ചലോ മാർച്ച് ഇന്ന് 12 മണിയോടെയാണ് ശംഭു അതിർത്തിയിൽ നിന്ന് പുനരാരംഭിച്ചത്. ഇതിനു മുൻപ് പല ശ്രമങ്ങൾ ഈ ദില്ലി ചലോ മാർച്ചുമായി ബന്ധപ്പെട്ട് കർഷകർ നടത്തിയെങ്കിലും പലതവണയും ഹരിയാന പോലീസ് കർഷകർക്കെതിരെ നടപടി സ്വീകരിച്ചുകൊണ്ട് അത് തടയുകയായിരുന്നു. ഇന്ന് 12 മണിയോടെ ദില്ലി ചലോ മാർച്ച് ആരംഭിക്കുകയും കർഷകർ ഈ ശംഭു അതിർത്തിയിലേക്ക് എത്തിയ ഘട്ടത്തിൽ പോലീസ് പിന്തിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അതിൽ അംബാല SP മുന്നോട്ട് വെച്ച കാര്യമെന്നുള്ളത് സുപ്രീം കോടതി ഇന്നലെ ഈ വിഷയം പരിഗണിക്കുകയുണ്ടായി. അപ്പോൾ സുപ്രീം കോടതി അറിയിച്ചത് ഈ ഉന്നതാധികാര സമിതി കർഷകരുമായി സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഇതിലൊരു സമവായത്തിലെത്തണം. പ്രത്യേകിച്ച് ആ ബോർഡർ ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. അതിൽ ചില യാത്രാ ദുരിതങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കർഷകരെ അനുനയിപ്പിച്ചുകൊണ്ട് അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞിരുന്നു. ആ കാര്യം ഇന്ന് അംബാല SP കർഷകരോട് പറയുകയുണ്ടായി. അതുപ്രകാരം ഈ മാസം 18 തന്നെ ഒരു യോഗം ചേരുന്നുണ്ട്. അതുവരെ നിങ്ങൾ സമാധാനപരമായി ഇരുന്ന് പ്രതിഷേധിക്കണം, ദില്ലി ചലോ മാർച്ചിൽ നിന്ന് പിന്മാറണമെന്നും ആവശ്യപ്പെട്ടെങ്കിലും കർഷകർ പിന്തിരിയാൻ തയ്യാറായില്ല. ഈ ഒരു ഘട്ടത്തിലാണ് പോലീസ് കർഷകർക്ക് നേരെ ഈ നടപടി സ്വീകരിക്കുന്നത്. ജലപീരങ്കിയും കണ്ണീർ വാതകവുമാണ് പ്രയോഗിച്ചത്. ഇതിൽ ചില കർഷകർക്ക് പരിക്കേറ്റതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നിലവിലൊരു നേരിയ സംഘർഷ അവസ്ഥയാണ് ശംഭു അതിർത്തിയിൽ നിലനിൽക്കുന്നത്. മിനിമം താങ്ങുവില, അതുപോലെ തന്നെ കാർഷിക ഘടകങ്ങൾ എഴുതിത്തള്ളണം, കർഷക സമരകാലത്ത് രജിസ്റ്റർ ചെയ്ത കേസുകൾ റദ്ദാക്കണം, നിരവധി ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് കർഷകർ ഈ 101 കർഷകരെ അണിനിരത്തിയുള്ള ദില്ലി ചലോ മാർച്ച് ആരംഭിച്ചത്. ഇതിൽ പലതവണ കേന്ദ്ര സർക്കാരിൻ്റെ കർഷക സംഘടനകൾ സമയം നൽകിയിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഒരു അവഗണന നേരിടുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്ന് വീണ്ടും ദില്ലി ചലോ മാർച്ചുമായി മുന്നോട്ട് പോകാൻ കർഷകർ തീരുമാനിച്ചത്. പക്ഷേ അത് ഈ നിലവിൽ ശംഭു അതിർത്തിയിൽ തന്നെ ഹരിയാന പോലീസ് തടയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. നിലവിൽ ഇപ്പോൾ അംബാലയിൽ ഒരു ഇന്റർനെറ്റ് നിരോധനം നീട്ടിയിരിക്കുകയാണ്. 17 വരെയാണ് ആ ഇന്റർനെറ്റ് നിരോധനം നീട്ടിയിരിക്കുന്നത്. അങ്ങനെ പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ നടപടികൾ അത് കർഷകർക്ക് നേരെ സ്വീകരിക്കുന്നുണ്ട്. അതേ സമയത്ത് അച്യുതൻ, ഒരു നിമിഷം, ഇത് തത്സമയ ദൃശ്യങ്ങളാണ്. വീണ്ടും അവിടെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. കർഷകർ സംഘടനാ പ്രവർത്തകരിൽ പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്യുന്നുണ്ട്. വീണ്ടും അവിടെ തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പോലീസ് ബാരിക്കേഡ് ഭേദിച്ച് മുന്നോട്ട് നീങ്ങാൻ കർഷക സംഘടനാ പ്രവർത്തകർ, വിവിധ സംഘടനകളുടെ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പോലീസ് തുടർച്ചയായി അവിടെ ജലപീരങ്കി പ്രയോഗിച്ച് അവിടെ ആ മാർച്ച് തടയുകയാണ്. അതിനപ്പുറത്തേക്ക് അനുവദിക്കില്ല എന്ന കർശന നിലപാടിലാണ് ഹരിയാന പോലീസ്. പലർക്കും പരിക്കേറ്റിട്ടുണ്ട്. 101 കർഷകർ ഡൽഹി മാർച്ച് നടത്തും എന്നാണ് അറിയിച്ചിരുന്നത്. നേരത്തെയും ഇവരുടെ മാർച്ച് തടഞ്ഞിരുന്നു. തുടർച്ചയായി പോലീസ് അവിടെ ഇടപെടുന്നു, മാർച്ച് തടയുന്നു, വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. അച്യുതൻ, തുടരാം. അപ്പോൾ എന്താണ് അടുത്ത നീക്കം? ഇന്നും പോലീസ് തടയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും കർഷക സംഘടനകൾ ഇതിനോട് പ്രതികരിക്കുക? അവിടെ നേതാക്കളിൽ പലരും നിരാഹാര സമരം തുടരുകയാണല്ലോ. അത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായി എന്ന വിവരവും അതിനിടയിൽ വന്നിരുന്നു. തീർച്ചയായിട്ടും വിജയകുമാർ, കർഷകർ അവരുടെ ആ ഒരു സമരം, അതിൻ്റെ ഒരു നിലപാട് അവർ കടുപ്പിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അടക്കം കണ്ടത്. കഴിഞ്ഞ ദിവസവും ദില്ലി ചലോ മാർച്ചുമായി കർഷകർ മുന്നോട്ട് പോയ ഘട്ടത്തിൽ പോലീസ് ഇതേ നടപടി സ്വീകരിച്ചു. അന്ന് കൂടുതൽ കർഷകർക്ക് പരിക്കേറ്റ ഒരു സാഹചര്യത്തിലാണ് ഈ തൽക്കാലം ദില്ലി ചലോ മാർച്ചിൽ നിന്ന് കർഷകർ പിന്മാറിയത്. തുടർന്ന് ഇന്ന് വീണ്ടും അതേ മാർച്ചുമായി മുന്നോട്ട് പോകാനാണ് കർഷകർ തീരുമാനിച്ചത്. എന്തായാലും നിലവിലിപ്പോൾ ഈ മേഖലയിൽ ശംഭു അതിർത്തിയിൽ ഒരു സംഘർഷ സാഹചര്യമാണുള്ളത്. പോലീസ്
പോലീസും കർഷകരുമായി ഒരു സംഘർഷ സാഹചര്യമാണുള്ളത്. കർഷകർക്ക് നേരെ കണ്ണീർ വാതകം ഉൾപ്പെടെയുള്ള പോലീസ് നടപടികൾ പ്രയോഗിക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ സാഹചര്യത്തിൽ ശരി, അച്യുതനാണ് ശംഭു അതിർത്തിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കർഷക മാർച്ച് പോലീസ് തടഞ്ഞു. അവിടെ ഹരിയാന പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് കർഷകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും കർഷകരുടെ അടുത്ത നീക്കം എന്നത് അവർ യോഗം ചേർന്ന ശേഷം തീരുമാനിക്കുകയും അത് മാധ്യമങ്ങളെ അറിയിക്കുകയും ചെയ്യുമെന്നാണ് അച്യുതൻ വിവരങ്ങൾ നൽകുന്നത് ശംഭു അതിർത്തിയിൽ നിന്ന്.